ആയിട്ട് ആൻഡ്രോയിഡ് ആപ്സ് നമുക്ക് വിൻഡോസിൽ റൺ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്. കണ്ടോ, ഒറ്റ ക്ലിക്ക് സാധനം ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ഫയൽസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, വിൻഡോസിലെ ഫയൽസും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫയലിനകത്ത് ആപ്സ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ ഇപ്പോൾ ഇത്രയും ആപ്സുകളെല്ലാം സൈഡിലോട് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം നമുക്ക് വിൻഡോസിൻ്റെ ഒറിജിനൽ ആപ്പിൽ നമുക്ക് റീൽസ് ഒന്നും കാണാൻ പറ്റില്ല. ഇത് കണ്ടോ, നമുക്ക് റീൽസൊക്കെ സുഖമായിട്ട് കാണാം. എന്താ അടിപൊളി സാധനം. ക്രോമിൽ പോയിട്ട് നമ്മൾ WSA എന്ന് അടിക്കണം. അതായത് വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് WSA. സ്റ്റാർഡ് ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഒരു ഗിറ്റ്ഹബിൻ്റെ ഒരു പേജ്, അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ അവൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇവിടെ ഡൗൺലോഡ് സെക്ഷനിൽ വന്നിട്ട് നമ്മൾ Windows 11 Windows 10 വർക്ക് ചെയ്യുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് പ്രീ റിലീസ് ബിൽസ് ഒന്നും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഏബിൾ ബിൽസ് Windows 64. അപ്പോൾ ഇത് കണക്ക് ഗിറ്റ്ഹബിൻ്റെ പേജ് ഡൗൺലോഡായി വരും. ആ പേജ് ഡൗൺലോഡായി വരുമ്പോഴത്തേക്ക് ഏറ്റവും താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഓരോരോ റിലീസ് കാണിച്ചേക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ WSA റിലീസ് നൈറ്റ്ലി നോ GApps എന്ന് പറയുന്ന ഈ വെർഷനാണ് വേണ്ടത്. അത് താഴോട്ട് കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. WSA റിലീസ് നൈറ്റ്ലി നോ GApps. ഈ സാധനത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡായി വരും. കണ്ടോ, അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. എന്നിട്ട് ആ ഡൗൺലോഡായി വരുന്ന സാധനം എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 7-zip വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാവുള്ളൂ. വിൻഡോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യരുത്. കാര്യം ഇവന്മാർ ഇത് കംപ്രസ് ചെയ്തേക്കുന്ന 7-zip ഇട്ടായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 7-zip ഇട്ട് തന്നെ ചെയ്യണം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടണ്ട ഈ run.bat എന്ന് പറയുന്ന ഒരു ഫയൽ ഇതിലേക്കാണ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം. ഗസ് ഇൻസ്റ്റാളായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമുക്ക് വിൻഡോസിനകത്ത് വരും. അത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് എന്ന് അടിച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് എനേബിൾ ചെയ്യേണ്ടത് അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യണം. പിന്നെ എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സിനകത്ത് കണ്ടോ, ഈ ഇവിടെ ഒരു ലോക്കൽ നെറ്റ്വർക്ക് ആക്സസ് എനേബിൾ ചെയ്യണം. പിന്നെ ഈ ഡൗൺലോഡ്സ് ഫോൾഡർ, അതായത് നമുക്ക് ആപ്സ് സൈഡ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇത് ഏത് ഫോൾഡറിലാണോ നിങ്ങൾ ആപ്സ് എടുക്കുന്നത് ആ ഒരു ഫോൾഡറിന് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഡൗൺലോഡ്സിനകത്ത് വരുന്ന ആപ്സ് ഇപ്പോൾ നിങ്ങൾ APK ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഇതിനകത്ത് തന്നെ വന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഡൗൺലോഡ്സ് അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. ചേഞ്ച് ഫോൾഡർ അടിച്ചിട്ട് ഡൗൺലോഡ്സിൻ്റെ ഫോൾഡർ കാണിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും എറർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻസിലൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.